നമ്മുടെ സ്പീക്കിംഗ് കാർഡുകളിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ടാസ്കുകളുണ്ടല്ലേ, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ്. ഈ ഇൻഫർമേഷൻ ഗ്യാദറിങ്ങിന് മുന്നോടിയായിട്ട് പെർമിഷൻ ചോദിക്കണമെന്നും നമുക്കറിയാം. പക്ഷേ എല്ലാ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നോടിയായിട്ടും ഇതുപോലെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ ഇഫ് യു ആസ്ക് മീ, ദർ ആർ ടു ടൈപ്സ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ്. ദ ഫസ്റ്റ് വൺ ഈസ് കുറേ ചോദ്യങ്ങൾ ഒരൊറ്റ ടാസ്കിൽ തന്നെ വരുന്ന ടാസ്കുകൾ. ദാറ്റ് ഈസ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും: ഫൈൻഡ് ഔട്ട് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ സിംറ്റംസ്, എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓൺസെറ്റ്, ഡ്യൂറേഷൻ, ഫ്രീക്വൻസി, പ്രീവിയസ് ഒക്കറൻസസ്, ഫാമിലി ഹിസ്റ്ററി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇത്തരം ടാസ്കുകൾ ചോദിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ പെർമിഷൻ ചോദിക്കേണ്ടത്. ബിഫോർ പ്രൊസീഡിംഗ് ഫർദർ, can I ask you some questions regarding your condition? ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഗ്യാദറിംഗ് എന്തെന്ന് വെച്ചാൽ, ഒരു ടാസ്കിൻ്റെ അവസാനം ഒരു സബ് പോയിന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ വരുന്ന ചില ടാസ്കുകളാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ഫോർ എക്സാമ്പിൾ പല കാർഡുകളിലും നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്, എന്തെങ്കിലും ഒരു പ്രൊസീജിയറിനായിട്ട് വന്നു, ഏറ്റവും അവസാനം നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കുവാണ്, ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് താങ്കളെ വീട്ടിലേക്ക് അക്കമ്പനി ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തു. ഇതെല്ലാം ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് എങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഒരു പെർമിഷൻ എടുക്കുക എന്നുള്ളത് തീർത്തും അനാവശ്യമാണ്. അതവിടെ എടുത്തില്ല എങ്കിലും ഒരു കുഴപ്പമില്ല, ഡയറക്റ്റ് ആയിട്ട് ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി. സോ ഐ ഹോപ്പ് ദിസ് ഇൻഫർമേഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. ഫോർ മോർ വീഡിയോസ് ഫോളോ ടുജൂസ് അക്കാഡമി ഓൺ ഓൾ ദ സോഷ്യൽസ്. ഉറപ്പാണ് വിജയം.